നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരെണ്ണം ചെയ്തായിരുന്നു, അത് 2x2 മെട്രിക്സ് ആയിരുന്നു. ഇത് നമ്മൾ 3x3 മെട്രിക്സ് ആണ്. ഇപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, എ ഈക്വൽ മെട്രിക്സ് 1 n 1 2 ഈ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതേപോലെ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് a² + 3a + 2 എന്ന് പറഞ്ഞൊരു നമ്പർ മാത്രമായിരിക്കും ചിലപ്പോൾ തരുന്നത്, ചിലപ്പോൾ ഒരു i3 ആയിരിക്കും. i3 തരുമെന്ന് വെച്ചാൽ 3x3 മെട്രിക്സ് ആയതുകൊണ്ടാണ് അവിടെ i3 തരുന്നത്. അത് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ വഴി അത് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് a² + 3a + 2 എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടത്? അത് a² വേണം, പിന്നെ 3a വേണം, പിന്നെ 2 വേണം. 2 അവിടെ നിൽക്കട്ടെ. a² എടുക്കണം. a² എടുക്കാൻ അറിയാമല്ലോ, മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. a² എന്ന് പറഞ്ഞാൽ a × a ആണ്. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. a × a ആ മെട്രിക്സിനെ വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുവാണ്. ആ കിട്ടുന്ന ആൻസർ മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഇത് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കി എടുക്കുക. മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. അത് നോക്കി പഠിക്കുക. ഈ പറയുന്ന a². ഇനി a³ കാണുന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് വീണ്ടും a ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ 3a ആണ്. 3a എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഇതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ എഴുതി. ഞാനിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് a² + 3a + 2 ആണ്. അതിനകത്ത് ആ ഇക്വേഷൻ ഞാൻ അതേപടി എടുത്തെഴുതി. അത് കഴിഞ്ഞ ശേഷം a² പകരം ഞാൻ ആദ്യം കിട്ടിയിരിക്കുന്ന ഈ ആൻസർ, സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആൻസർ എടുത്തെഴുതി. പ്ലസ് 3a എന്ന് പറഞ്ഞാൽ 3 × a ആണ്, അതാണ് എഴുതിയിരിക്കുന്നത്. 3 × ഇവിടെ ഇൻറ്റു ഉണ്ടെന്നാണ്. 3 × a പകരം നമ്മൾ ആ മെട്രിക്സ് തന്നിരിക്കുന്ന എടുത്തെഴുതി. പ്ലസ് 2 പകരം 2i3 എന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ പ്രോബ്ലം തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു. i3 എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മെട്രിക്സിൻ്റെ ഓപ്പറേഷൻ ഒരിക്കലും നമ്പറുമായിട്ട് നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് i3 മെട്രിക്സ് കൊടുക്കും. i3 മെട്രിക്സ് ഇതാണ്. i3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 ഇതാണ്. i2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ഭാഗം മാത്രമേ കാണൂ, ഇത്രയും മാത്രമേ കാണൂ. i2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് 2x2 മെട്രിക്സ് തന്നാൽ. i3 മെട്രിക്സ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? i3 എഴുതിയിരിക്കുന്നത് 3x3 മെട്രിക്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മാത്രമേ മതി ആൻസർ ആവുന്നുണ്ട്. ഇത് 3 × 1 3 ആണ്, 3 × 1 2 ആണ്, 3 × 1 3 ആണ്, 3 × 2 6 ആണ്. ഇത് ഈ 3 വെച്ച് എല്ലാത്തിനും അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ആണ്. ഞാൻ ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ശേഷം അവിടെ 3 വരുമല്ലോ, 3 അത് ഈ 3 എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വേറെ നമ്പേഴ്സ് ആണല്ലോ വരുന്നത്. ആ നമ്പരും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇതും എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇപ്പം ഇവിടെ 3 × 1 3 ആണ്. അപ്പോൾ 5ഉം പിന്നെ എന്തുവാ ഇവിടുത്തെ 3 കൂടെ കൂട്ടുമ്പോൾ 8. അതുപോലെ ഇവിടെ 3 × 1 3 ആണ്. അപ്പോൾ 4ഉം 3 കൂടെ കൂട്ടുമ്പോൾ 7. അതുപോലെ 3 × 2 എന്താ 6 ആണ്. അപ്പോൾ 7ഉം 6ഉം എത്ര 13. അങ്ങനെ ഇത് കണക്കാക്കി എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതങ്ങ് ആഡ് ചെയ്ത ആൻസറാണ് ഞാനിവിടെ ഫസ്റ്റ് ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്ലസ് ഇട്ടിട്ട് ഇത് എഴുതണം, 2i3 എഴുതണം. 2i3 എന്ന് പറയുന്നത് ഇതിട്ട് എഴുതണം. മുമ്പേ ഈ ചെയ്ത പോലെ അകത്തോട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, വീണ്ടും 2 × 1 എന്ന് പറയുന്നത് 2 ആണ്. ബാക്കിയുള്ളതെല്ലാം 0 ആയിപ്പോവും. നമ്മൾ ഈ മെട്രിക്സിനെ ഇത് വെച്ച് അങ്ങ് ആഡ് ചെയ്താൽ മതി. 8 + 2 എത്ര 10, 7 + 0 7, 13 + 0 13, പിന്നെ 13 + 0 13, 9 + 2 × 1 2 ആണ്. അപ്പോൾ 9 + 2 11. അങ്ങനെ കണക്കാക്കി നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കുന്നു. ലാസ്റ്റ് ഇത് ഉത്തരം എഴുതി. ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രോബ്ലം ചോദിക്കാം. ചിലപ്പോൾ അത് 5 മാർക്ക് ആവാം, ചിലപ്പോൾ 6 മാർക്ക് ആവാം, ചിലപ്പോൾ 3 മാർക്ക് ആവാം, ചിലപ്പോൾ എന്തായാലും 3 മാർക്കിന് മേളിലോട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിവതും ഒരു 3x3 മെട്രിക്സ് ആണ്. അതോടൊപ്പം ഇത് a³ വെച്ചാണ് തുടങ്ങുന്നത് എങ്കിൽ ഇത് കറക്റ്റായിട്ടും ചിലപ്പോൾ 5 6 മാർക്കിന് ചോദിക്കാം. ഓക്കെ ആണല്ലോ.